ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു മൈൻഡ് ബ്ലോയിങ് ക്ലൈമാക്സ് ഉള്ള ഒരു സയൻസ് ഫിക്ഷൻ മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു കന്നഡ മൂവിയാണ്. കന്നഡ സയൻസ് ഫിക്ഷൻ, ടൈം ട്രാവൽ, ടൈം ലൂപ്പ് ഈ ഒരു ഗണത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ ഒരു ജേണലിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ദീക്ഷിത് ഷെട്ടി, ചൈത്ര ജയ ആചാർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ ഫ്ലോട്ട് അറിയാതെ ഫ്രഷ് ആയിട്ട് തന്നെ കാണുമായിരിക്കും നന്നാവുക. പ്ലോട്ട് ജസ്റ്റ് ഒരു കാര്യം പറയാം. ഇതിലെ നായകൻ അപൂർവ എന്ന് പറഞ്ഞ നായകന് ഒരു സാധാരണ പയ്യനായിരിക്കും. അമ്മ ഉണ്ടാവും, പക്ഷേ വേറൊരു സ്ഥലത്ത് പിന്നെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സാധാരണക്കാരനായിരിക്കും. പിന്നെ പൈസയ്ക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരു മിഡിൽ സ്റ്റേജ് നിൽക്കുന്ന ആളായിരിക്കും. അപ്പം ഒരു കാമുകി ഉണ്ടാവും. ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു എന്താ പറയുക, ഒരു പ്രായമുള്ള ഒരാളെ കാണുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള, അതായത് ദുരൂഹമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നതാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ശ്രീനിധി ബംഗളൂരുവാണ്. അപ്പോൾ ശ്രീനിധിയുടെ തന്നെയാണ് കഥയും തിരക്കഥയൊക്കെ വന്നിട്ടുള്ളത്. ഇവരുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ആദ്യത്തെ സിനിമയിൽ ഇത്രയും മികച്ച രീതിയിൽ അവർ ഈ സംഭവങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു കഥയായിക്കോട്ടെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലേ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ എന്നുള്ളതാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ സിനിമയിൽ 2.5 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവം തുടങ്ങിയതിന് ശേഷം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ക്ലൈമാക്സിൽ നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ്. കിഡിലൻ സർപ്രൈസ്, കിഡിലൻ ട്വിസ്റ്റോട് കൂടിയൊക്കെ തന്നെയാണ് ക്ലൈമാക്സ് സിനിമ അവസാനിപ്പിക്കുന്നത്. ശരിക്കും കിളി പറത്തുന്ന സിനിമകൾ, അധികം കൊറിയൻ സിനിമകൾ, സ്പാനിഷ് മൂവീസൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ത്യൻ സിനിമയിൽ ഇതുപോലുള്ള കിളി പറത്തുന്ന സിനിമകളൊക്കെ വളരെ കുറവാണെന്ന് പറയാം. ഈ സിനിമയുടെ പേര് പറഞ്ഞില്ല അല്ലേ? സിനിമയുടെ പേര് ബ്ലിങ്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പം സിമ്പിളായിട്ടുള്ള പ്ലോട്ടല്ല, ഞാൻ പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് ആണ് സംഭവം. ശ്രദ്ധിച്ചിരുന്ന് കാണണം. ടൈം ട്രാവൽ ഉണ്ട്, ടൈം ലൂപ്പ്, ആ ഒരൊക്കെ ചാനലിൽ പെടുത്താവുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സിനിമ എന്നുള്ളത്. വളരെ മികച്ച രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് തന്നെ പറയാം. നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസുകൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്കൊരു ചെറിയൊരു പ്രശ്നമായി തോന്നി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ചുകൂടി നന്നാക്കാമായി തോന്നി. അതുകൂടാതെ സിനിമയുടെ ലെങ്ത്ത് ഒന്നുകൂടി ഒന്ന് കുറച്ച് 2.5 മണിക്കൂറുള്ള സിനിമ, പക്ഷെ എന്നാലും ലെങ്ത്ത് ഒന്നുകൂടി ഒന്ന് കുറയ്ക്കാമായിരുന്നു ചില കാര്യങ്ങളൊക്കെ. പിന്നെ പാട്ടുകളിലൂടെയൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നത്. അതൊക്കെ രസമുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന നല്ലൊരു സിനിമയാണ്. ഒരു പരീക്ഷണം കൂടിയായിരുന്നു കന്നഡ സിനിമയിലെ. നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമ കൂടിയാണ്. ഇപ്പോൾ തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവരുടെ ഫസ്റ്റ് സിനിമയാണെന്നുള്ളത് തീരെ പറയില്ല. ആ ഒരു പ്ലോട്ട്, ആ ഒരു കഥ, ആ ഒരു തിരക്കഥ കാര്യങ്ങളൊക്കെ അവർ വൃത്തിക്ക് നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ജേണൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ടൈം ട്രാവൽ എന്ന് പറയുമ്പോൾ, ടൈം ട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെയല്ല. പക്ഷെ എന്നാലും ഇതിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും